കാടിറങ്ങുന്ന വന്യതയിൽ പ്രതിഷേധം പുകയുന്നതിനിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം. വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ഇടവേള നൽകിയാണ് രാഹുൽ വയനാട്ടിലെത്തിയത്. കണ്ണൂരിൽ നിന്ന് പുലർച്ചെ റോഡ് മാർഗം വയനാട്ടിലേക്ക് തിരിച്ച രാഹുൽ ഗാന്ധി 7:45 ചാലിഗദ്ദയിലെത്തി. ബേലൂർ മഖനെ എന്ന കൊലയാളി ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലാണ് രാഹുൽ ആദ്യം എത്തിയത്. ഞാൻ രാഹുൽ ഗാന്ധിനോട് അന്ന് പറഞ്ഞ ഞാൻ ഒന്നും കൂടി പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും കൂടി പറഞ്ഞു, എനിക്ക് ആ സോൻ ചേച്ചിക്ക് പറ്റിയാണെങ്കിൽ ഇനി ആർക്കും വരലെന്നും കൂടി ഞാൻ എടുത്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാന്ന്, നമ്മൾ സപ്പോർട്ട് ചെയ്യുക, എന്നാ സഹായം വേണേ നമുക്ക് സഹായം വേണേ ചെയ്തു തരാമെന്നും പറഞ്ഞു. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച PV പോളിന്റെ പാക്കത്തെ വീട്ടിലും ആശ്വാസവുമായി രാഹുലെത്തി. ചികിത്സിക്കുന്നതിൽ വീഴ്ചയെന്ന ആരോപണം ആവർത്തിച്ച് കുടുംബം. വീടിന്റെ കാര്യം, കൊച്ചിന്റെ വിദ്യാഭ്യാസം, ഈ കുടുംബത്തെ ചെലവല്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തവരാണ്. ഇപ്പൊ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് പോകണം മുന്നോട്ട് പോകാം. കടുവയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലപ്പെട്ട മൂടക്കൊല്ലി സ്വദേശി പ്രജീഷിന്റെ വീടും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ രാഹുൽ ഗാന്ധി പ്രത്യേക വിമാനത്തിൽ അലഹബാദിലേക്ക് പോയി. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെയാണ് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുള്ള രാഹുലിന്റെ മണ്ഡല സന്ദർശനം. 24 വയനാട്. രഘുനന്ദനം പറയാണ്, നാട്ടിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ അത് രമ്യമായി പരിഹരിക്കാൻ ആ പ്രദേശത്തെ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും സത്യസന്ധമായ ഇടപെടൽ ഉണ്ടാവണം, അനിവാര്യമാണ്, ഒരു തർക്കക്കാര്യത്തിലില്ല. എന്തായാലും വയനാട്ടിൽ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി MP യുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വനം വകുപ്പുകളുമായുള്ള സഹകരണം വർദ്ധിപ്പിക്കണമെന്നും മാനന്തവാടി മെഡിക്കൽ കോളേജിന്റെ പരിമിതികൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു.